ഹായ്, ഇന്നിപ്പം ത്രോൾഹെത്താനിൽ നല്ല ക്ലൈമറ്റ് ആട്ടോ. അധികം വെയിലും ഇല്ല, രാവിലെ മഴയുണ്ടായിരുന്നു. ഇപ്പം ചെറിയൊരു കാറ്റുണ്ട്, ചെറിയൊരു തണുപ്പ്, വലിയ തണുപ്പുമില്ല. നല്ല ക്ലൈമറ്റാണ്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ ത്രോൾഹെത്താനെന്ന്. അത് സ്വീഡൻ്റെ വെസ്റ്റ് സൈഡിലായിട്ട് വരും. സ്വീഡൻ്റെ ക്യാപിറ്റൽ സ്റ്റോക്ക്ഹോമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ത്രോൾഹെത്താനും സ്റ്റോക്ക്ഹോമും തമ്മിൽ ഏകദേശം ഒരു 500 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് സ്റ്റോക്ക്ഹോമിലാണ്. 2024 ഞങ്ങൾ ത്രോൾഹെത്താനിലോട്ട് ഷിഫ്റ്റ് ആയത്. ത്രോൾഹെത്താൻ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, അധികം ആൾക്കാരൊന്നുമില്ല ത്രോൾഹെത്താനിൽ. പിന്നെ അതൊരു എന്താ പറയുക, സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ കാണാം, കൂടുതലും കാടുകളാണ്. കണ്ടോ, ഇങ്ങനെ പോണ വഴിക്കൊക്കെ കാടാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അധികം തിരക്കുകളൊന്നുമില്ല, അങ്ങനെ ഒരു സ്ഥലമാണ്. പക്ഷേ സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സിറ്റിയാണ്, നല്ല തിരക്കുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. കൂടുതലും ഇൻഡസ്ട്രീസ്, ബിൽഡിങ് ഒക്കെ സ്റ്റോക്ക്ഹോമിലുണ്ട്. ഇവിടെ ഗോത്തംബർഗ് എന്ന് പറഞ്ഞ സ്റ്റോക്ക്ഹോം പോലെ തന്നെ വലിയൊരു സിറ്റിയാണ് ഗോത്തംബർഗ്. അത് ഇവിടുന്ന് ത്രോൾഹെത്താനിൽ നിന്നൊരു 100 കിലോമീറ്ററോളം ഉണ്ട് ഗോത്തംബർഗിലോട്ട്. അപ്പോൾ ഗോത്തംബർഗ് കുറച്ചും കൂടി സിറ്റിയാണ്. അവിടെ ആണെങ്കിൽ കൂടുതൽ ഇൻഡസ്ട്രീസും സ്റ്റോക്ക്ഹോം പോലെ തന്നെ നല്ല ട്രാഫിക് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ത്രോൾഹെത്താനിൽ അധികം ട്രാഫിക്കൊന്നുമില്ല, നല്ല സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസാണ്. പക്ഷെ എനിക്ക് കൂടുതൽ സ്റ്റോക്ക്ഹോമാണ്. ഇപ്പോൾ എനിക്ക് ത്രോൾഹെത്താനിൽ ഇഷ്ടമാണ്. പക്ഷെ ആദ്യം ഷിഫ്റ്റ് ചെയ്തപ്പം സ്റ്റോക്ക്ഹോമിനെ വല്ലാണ്ട് മിസ് ചെയ്ത്. ഏകദേശം ഒരു 5 വർഷത്തോളം സ്റ്റോക്ക്ഹോമിൽ ഞങ്ങൾ താമസിച്ചായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഞാനിപ്പം അതേപോലെ ജിമ്മിൽ പോവാണ്. ഇപ്പം ഞാൻ അന്ന് നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞില്ല, എനിക്ക് 2 വീക്സ് വെക്കേഷനാണ്. മാക്സിമം ഞാൻ ജിമ്മിൽ പോകാൻ നോക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ജിമ്മിൽ പോവാണ്. അപ്പം ഹാവ് എ നൈസ് ഡേ, ബൈ.